Okay. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good morning. എല്ലാവർക്കും good afternoon. Good morning. Good afternoon. Good afternoon, പറയ്. Good afternoon. Good afternoon. Good afternoon. മതി. ഇന്ന് സ്കൂളില്ലല്ലോ മാം, അപ്പൊ അടുത്താണ്. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, പിള്ളേരൊക്കെ കൂടെ ഉണ്ടല്ലേ. ഓക്കെ, പ്രേയർ ഞാനാണ് മാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. Oh God, Father of mankind, we come to you for your blessings. Thank you for making me as I am, for eyes to see, for ears to hear, for hands to work, and for feet to walk and run. Thank you for parents who love me and teachers who guide me. Make us diligent in our studies, loving in our relations and obedient to our teachers. Help us to do your will and glorify you. Thank you, God, for this beautiful day. Thank you, ma'am. Okay, very good. Sign പറഞ്ഞു. പവിത 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസത്തിന്റെ സ്മരണാർത്ഥമാണ് ജൂലൈ 21 ദേശീയ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എൽഡിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 ഈഗിൾ എന്ന വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിനാണ്. മൈക്കൽ കോളിൻസ് ബഹിരാകാശ പേടകത്തെ നിയന്ത്രിച്ച് അതിനെ ഭ്രമണപഥത്തിൽ നിലനിർത്തി. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീൽ ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്നു. പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെടുന്ന ഭാഗത്ത് നീൽ ആംസ്ട്രോങ്ങും ആൾഡ്രിനും 21 മണിക്കൂറോളം ചെലവഴിച്ച് 21.5 കിലോഗ്രാം ചാന്ദ്രവസ്തുക്കളും ശേഖരിച്ച് ജൂലൈ 24 ഭൂമിയിൽ തിരിച്ചെത്തി. നീൽ ആംസ്ട്രോങ്ങും ആൾഡ്രിനും ചേർന്ന് ചന്ദ്രനിലിറങ്ങിയതിന്റെയും ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കിയ അമേരിക്കയുടെ നേട്ടത്തിന്റെയും സ്മരണാർത്ഥമായി 1971 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ 21 ദേശീയ ചാന്ദ്രദിനമായി പ്രഖ്യാപിച്ചു. പുതിയ പര്യവേക്ഷണങ്ങൾക്കും സാധ്യതകൾക്കും അവസരം തുറന്നപ്പോൾ ജൂലൈ 21 US-ന്റെ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായി മാറി. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചാന്ദ്രതയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്താനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ഇന്നലെ ചാന്ദ്രദിനമായിരുന്നു മിസ്. ഞാൻ ഇന്നലെ പറയണം വിചാരിച്ചു. വേറെ ആരോ ഇതിന് സൈൻ ഇൻ പറയുന്നെന്ന് പറഞ്ഞപ്പോ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയാൻ പറ്റിയല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? കേട്ടോ എല്ലാവരും? മാം, കോഡ്സ് ഞാനാണ് പ്രത്യക്ഷ. ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ആരും അപ്പുറത്തെ പറമ്പിൽ പുല്ല് വെട്ടുന്നുണ്ട്. പറയാം. The role of education is to interest the child profoundly in an external activity to which he will give all his potential. മരിയ മോണ്ടിസോറി. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ 2 ആഴ്ചയോളമായി തോന്നുന്നല്ലേ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നോ? ഞാനെങ്കിലല്ലോ കഴിഞ്ഞ ആഴ്ച എന്തോ ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. നമ്മൾ ഏതാണ് പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ?
ഡിഫൻസ് മെക്കാനിസം ആണ് മാം, ആ ചാപ്റ്ററാ. ഡിഫൻസ് മെക്കാനിസം അത് കംപ്ലീറ്റ് ആയില്ല അല്ലേ അപ്പൊ? ഇല്ല മാം, അത് കുറച്ചുകൂടി ഉണ്ട്. ഏത് ഡിഫൻസ് മെക്കാനിസം പറഞ്ഞത് ലാസ്റ്റ് വൺ? അത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മാം സബ്ലിമേഷൻ ആണ് എന്റെ ഓർമ്മയിലുള്ളത്. വേറെ ആർക്കെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. സബ്ലിമേഷൻ ആണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി റിപ്രഷൻ ആണ് പറയാനുള്ളത് അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ. ആ റിപ്രഷൻ തുടങ്ങി നിങ്ങളൊന്ന് വായിക്കൂ കേട്ടോ. റിപ്രഷൻ തുടങ്ങി വായിച്ചോളൂ. മാം പേജ് നമ്പർ ഒന്ന് പറയോ? ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ ഷെയർ ചെയ്യോ? ഇതിനകത്ത് പേജ് നമ്പർ കാണില്ല. 75. താങ്ക് യു മാം. റിപ്രഷൻ വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. റിപ്രഷൻ ഓക്കെ. നിത്യ പ്രതീക്ഷയെ ഒന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലായ കാര്യം മാത്രം മതി കേട്ടോ. Okay, ma'am. Freud describes it as a basic mechanism in which our strong emotional ideas and uncomfortable memories, which do not agree with our social values and norms, are split off from consciousness and thrown into the unconscious. In other words, it is a process of unconscious forgetfulness of our unpleasant and conflict producing emotions and desires. നമ്മുടെ ശക്തമായ ഇമോഷണൽ, അതായത് ഇമോഷണൽ ഐഡിയകളും നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മെമ്മറി, ഓർമ്മകൾ,
അതായത് നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഓർമ്മകളും നമ്മുടെ ബോധ മനസ്സിൽ നിന്നും വേർതിരിച്ച് അബോധ മനസ്സിലേക്ക് പോകുന്നത്, അതാണോ? അതെ അതെ, അത് തന്നെയാണ്. ഏകദേശം ശരിയാവുന്നുണ്ട്, പറയുന്നത് ഓക്കെയാണ്, പറഞ്ഞോളൂ. ആ നമുക്ക് എന്താ ബാക്കി സുഖകരമല്ലാത്തതും എന്താ മലയാളത്തിൽ പറയണ്ടേ, വൈരുദ്ധ്യം പോലെ പറയുന്നൊരു വാക്ക്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ നമ്മള് ബോധപൂർവം മറക്കുന്ന ഒരു പ്രോസസ്സ്, അങ്ങനെയാണോ? അതായത് ഇവിടെ ഫ്രോയിഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് മനുഷ്യന് 2 തരത്തിലുള്ള മനസ്സുണ്ട് അല്ലെ? ഏതൊക്കെയാണത്? 2 തരത്തിലുള്ള മൈൻഡ് ഉണ്ട്. മൈൻഡ് കോൺഷ്യസും അൺകോൺഷ്യസും അല്ലെ? ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. അപ്പോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാഴ്ചകള്, ചില പ്രശ്നങ്ങള്, ഇതൊക്കെ വരുമ്പോൾ എന്താണ്, മനുഷ്യൻ ബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് അത് മാറ്റാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അബോധ മനസ്സിൽ അത് കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. നമുക്ക് എപ്പോഴും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ഈ ബോധ മനസ്സെന്ന് പറയുന്നത്. അതായത് എപ്പോഴും നമുക്ക് ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാത്തരം കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ അബോധ മനസ്സിൽ നമ്മളത് കുഴിച്ചിടുവാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ഓർമ്മയിലേക്ക് ആ കാര്യങ്ങൾ വരില്ല. ഒരു ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീറ്റ് പോകുന്ന, നമ്മളിപ്പോ ഒരു ദീർഘനാളായിട്ട് കോമയിലായിട്ടുള്ള ഒരാളെന്ന് വിചാരിക്കാം. ഓക്കെ, അയാൾ ആ കോമയിലായി കുറേ വർഷം കിടന്നു. പെട്ടെന്ന് ഒരു നാൾ അയാൾ എണീറ്റ് കഴിഞ്ഞാല് അയാൾക്ക് അത് ഓർമ്മയുണ്ടാവോ ആ കോമ സ്റ്റേജ് എന്തായിരുന്നു എന്ന്? അയാള് കിടന്ന് ദീർഘമായിട്ടുള്ള ഒരു ഉറക്കത്തിലായിരിക്കില്ല അയാൾ ഉണ്ടാവുക. ശരിയാണോ പറയുന്നേ? അതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യമായാലും അതെന്തെങ്കിലും പ്രശ്നമാവട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് 2 കൂട്ടുകാര് തമ്മില് എന്താ പറയാ, ബൈക്ക് ഓടിച്ച് പോവാണ്. നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് അവര്. ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ബൈക്ക് ആക്സിഡന്റ് ആവുകയാണ്. അപ്പൊ വണ്ടി ഓടിച്ചിരുന്ന ആള് മരിക്കുകയും ബാക്ക് സൈഡിൽ ഇരുന്ന ആള് രക്ഷപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ വണ്ടി ഓടിച്ചിരുന്ന ആളെന്ന് പറയുന്നത് സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് കുറെ നാളത്തേക്ക് ആ വേദന ഉണ്ടാവില്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ? അതായത് സ്വന്തം കൂട്ടുകാരനാണ് മരിച്ചത്. ആ അപകട സ്ഥലത്ത് അയാളും ഉണ്ടായിരുന്നു. ചിലപ്പോ ആ രംഗം കണ്ടിട്ടുണ്ടാവാം, ബോധ മനസ്സിൽ ഉണ്ടാവാം ചിലപ്പോ ആ ഒരു കാര്യം. അപ്പോ ഈ ഒരു അപകടം നടന്ന അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചതിന് ശേഷവും ഈ ഒരു സ്പോട്ടിലേക്ക് അയാൾ പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? അയാളുടെ മെമ്മറിയിലേക്ക് ആ കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ? അതായത് ആ അപകടം വീണ്ടും അയാളുടെ മൈൻഡിലേക്ക് റിക്രിയേറ്റ് ചെയ്യും ആ ഒരു സ്പോട്ട് കാണുമ്പോൾ. ഇത് കുറച്ചു നാള് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറെ നാൾക്ക് ശേഷം ഇയാൾക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരാം അല്ലെ? അയാളെ പോലെ ആക്കിയെടുക്കാനായിട്ട്, അതായത് പഴയ സ്ഥിതിയിലേക്ക് അയാളുടെ മൈൻഡ് ആക്കിയെടുക്കാനായിട്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് വേണ്ടി വരാം. ചിലരുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ചിലർക്ക് അത് മറന്നു പോകാനും സാധിക്കും. മറന്നു പോകുക എന്ന് പറയുന്നത് അബോധ മനസ്സിലേക്ക് ഈ കാര്യം കുഴിച്ചു മൂടി കഴിഞ്ഞാല് പിന്നീട് എന്ത് ചെയ്യില്ല? പിന്നീട് ഓർമ്മയിലേക്ക് ഈ കാര്യം വരില്ല. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് അല്ലെ? എല്ലാവരും കണ്ടിട്ടുള്ള മൂവി തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അല്ലെ? മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന മൂവിയില് ആ നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ, അതിനകത്ത് സുരേഷ് ഗോപിയെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ? ലാസ്റ്റ് ക്ലൈമാക്സ് സീനാണ്. അതിനകത്ത് അവിടെ ആ ഒരു നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടറായി അവര് ചെയ്യുന്നത്, അതായത് ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊല്ലുന്നതിന് പകരം ഒരു പ്രതിമയാണ് അവിടെ വെട്ടിക്കൂട്ടുന്നത് അല്ലെ? ആ ഒരു കാര്യം കഴിഞ്ഞ് അവര് ദീർഘനേരം മയക്കത്തിലേക്ക് പോവാണ്. മയക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ അവർക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ? ആണ്. ഇതെന്താ ചെയ്തത് അവര്?
ആ ഒരു സിനിമയിൽ പറയുന്നതാണ്. അതായത് അബോധ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ, അതായത് ആ നാഗവലി എന്ന് പറയുന്ന ആ ക്യാരക്ടറും അവര് ചെയ്ത കാര്യങ്ങളും അവരുടെ അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടപ്പെട്ടു. പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് അവരുടെ ഉണർന്നിരിക്കുന്ന മനസ്സിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടിക്കഴിഞ്ഞാല് എന്താണ്, നമുക്ക് മനസ്സിനെ, അതായത് മനസ്സിന് ഉണ്ടാകുന്ന പല വിഷമങ്ങളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ത്, റിപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൗമാര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യൗവന കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചില പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക അല്ലെ. ഓക്കെ, അപ്പോ ചിലപ്പോ നമ്മള് മാത്രം അറിയുന്ന പ്രണയമായിരിക്കും അത്, വേറെ പുറത്ത് ആരും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്ത് അറിഞ്ഞുകൊണ്ടുള്ള, അതായത് പലതരം ഉണ്ടല്ലോ, ആൾക്കാർ അറിഞ്ഞിട്ടുള്ള പ്രണയങ്ങളുണ്ട്, അല്ലാതെ ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ ഇത്തരത്തില് നമ്മള് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ജീവനായി കരുതുന്ന ഒരു വ്യക്തി, ആ സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അയാളെ ചിലപ്പോൾ കാണാനോ, അദ്ദേഹം ചിലപ്പോൾ ദൂരേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മൾ പിരിഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെ, ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും അല്ലെ. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ആ വ്യക്തിയെ മറന്നേ പോയിട്ടുണ്ടാവും ഇല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നേ? എന്തുകൊണ്ടാ സംഭവിക്കുന്നേ? ഡിപ്രഷൻ നടന്നുകൊണ്ട്. അതായത് അബോധ മനസ്സിൽ അയാളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുഴിച്ചു മൂടിയത് കൊണ്ടാണ് പിന്നീട് ആ ഒരു ഓർമ്മകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും മനസ്സിലേക്ക് വരാത്തത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ മാം ആ വ്യക്തിനെ കുറിച്ചുള്ള മെമ്മറി മൊത്തത്തിൽ പോകുന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് മാം? ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ, അതായത് ആ ഒരു തീവ്രത കുറയ്ക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നമ്മൾ മറന്നേ പോകാം, ചിലപ്പോ വല്ലപ്പോഴും ഓർമ്മിച്ചെന്ന് വരാം, പക്ഷെ നമ്മൾ അത് റെഗുലർ ആയിട്ടുള്ള ഓർമ്മിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ തന്നെ പോകും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് അന്ന് അനുഭവിച്ച വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴുണ്ടാകണമെന്നില്ല. കാരണം ആ ഓർമ്മകളും കാര്യങ്ങളൊക്കെ എന്താണ്, കുഴിച്ചു മൂടി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അത് നമ്മളെ അധികം നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാത്തത്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം മനസ്സിലായോ? റിപ്രഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ റിഗ്രഷൻ ആണ് കേട്ടോ. റിഗ്രഷൻ ഒന്ന് റീഡ് ചെയ്യാ നിങ്ങള്. ഓക്കെ, റിഗ്രഷൻ ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? റിഗ്രഷൻ എനിക്ക് തോന്നിയത് റിഗ്രഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ മാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ഒരു എക്സാമ്പിൾ തോന്നിയത് വായിച്ചു കഴിഞ്ഞപ്പോ. എനിക്ക് പരിചയമുള്ള റിഗ്രഷൻ ഇപ്പൊ പറഞ്ഞത് ഇതിപ്പോ വായിച്ചു നോക്കിയപ്പോ തോന്നിയതാ. എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി, അവന്റെ വീട്ടില് അവരുടെ അച്ഛൻ കുറെ എന്തോ ഈ ചിട്ടിപ്പിരിവ് അങ്ങനെ എന്തോ ഒരു സംഭവം നടത്തിയിട്ട് കുറെ ആൾക്കാർ പൈസ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത്, എന്നിട്ട് അത് പൊളിഞ്ഞു പോയി. അപ്പൊ പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പോ ആ പൈസ മൊത്തം വേറെ ആരോ കൊണ്ടുപോയി. എന്നിട്ട് ലക്ഷങ്ങളുടെ കടബാധ്യത അവരുടെ വീട്ടിലുണ്ടായിരുന്നേ. എന്തോ 45 ലക്ഷം, അല്ല 40 എന്ന് തോന്നണം, 65 ലക്ഷം അങ്ങനെ എന്തോ. എന്നിട്ട് അത്രയും കടബാധ്യതകളും ഇതെല്ലാം ഉണ്ടായിട്ട് ആ കുട്ടിയില്ലേ എപ്പോഴും ചിരിച്ചു കളിച്ച് കിടക്കണ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെയാ ഇങ്ങനെ കളിച്ച് ചിരിച്ച് രസിച്ച് കിടക്കാൻ പറ്റണേന്ന്. ചിലപ്പോ വീട് വരെ അവരുടെ ചിലപ്പോൾ ജപ്തി ചെയ്ത് പോകും എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാ എൻജോയ് ചെയ്ത് ടൂറ് പോയി അങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പൊ അത് വരുന്നത് പോലെ വരട്ടെ എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഇപ്പൊ അവരുടെ കട ഇതുവരെ തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കല്യാണവും കഴിഞ്ഞു, പക്ഷെ കടം ഇതിപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത് വായിച്ചപ്പോ അതാണോ ഇത് എന്ന് എനിക്ക് തോന്നി.
അങ്ങനെയാണ് തോന്നുന്നത് അല്ലെ? നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്ന്. ആണോ? നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? മൃദുലയ്ക്ക് എന്താ തോന്നിയത് മൃദുല? മാം, അതായത് ഒരു വ്യക്തിക്ക് കുറെ അംഗീകാരങ്ങൾ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു കുട്ടീനെ നമ്മൾ ഒത്തിരി കൊഞ്ചിച്ചിട്ടുണ്ടാവും. പക്ഷെ വേറൊരു കുട്ടി വരുമ്പം ആ കുട്ടിയുടെ ആ ഒരു സ്ഥാനം പോകും. അപ്പൊ മറ്റേ കുട്ടിയോട് കൂടുതൽ സ്നേഹം പരിഗണനയും കൊടുക്കുന്ന കാണുമ്പം ആ ചെറിയ കുട്ടീനെ പോലെ ഇവരും ആക്ട് ചെയ്യാനൊക്കെ നോക്കും. അതുപോലെ അതായത് ഈ ചെറിയ കുട്ടികൾ, അതായത് വലിയ കുട്ടികളൊക്കെ പാവയ്ക്ക് വേണ്ടിയൊക്കെ വാശി പിടിക്കുന്ന കാണില്ലേ? കരയുക, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വലിയ ആയിരിക്കുമ്പോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇമ്മെച്യൂർ ആൻഡ് ചൈൽഡിഷ് ലെവൽ ബിഹേവിയർ അത്. ഒരു കാര്യം പിന്നെ അത് എക്സാമ്പിൾ എനിക്ക് തോന്നിയാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഇതിലൊരു മീനിങ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണ ചില ആളുകൾ അവരുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ്, സ്ട്രെയിന്, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവരത് ഇന്നെ മെച്ചറായിട്ടുള്ള ഒരു പക്വതമായ രീതിയിൽ അതിനെ സമീപിക്കാതെ മൃദുല പറഞ്ഞ പോലെ ചൈൽഡിഷ് ആയിട്ടുള്ള രീതിയിൽ അവര് അതിനെ സമീപിക്കുന്നതായിട്ട് തോന്നി ഇതിപ്പോ ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോ. വായിച്ചു തരും. അതായത് ഈ റിഗ്രഷൻ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് അതായത് എക്സാമ്പിളിലൂടെ തന്നെ പറഞ്ഞുതരാം. അതായത് ഒരു വ്യക്തിക്ക്, അതിപ്പോ ഒരു കുട്ടിയാവാം അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളാവാം എന്ന് വിചാരിക്കുക. ഓക്കെ, മുമ്പ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. മൃദുല പറഞ്ഞതുപോലെ തന്നെ മുമ്പ് പല അംഗീകാരങ്ങളും അല്ലെങ്കിൽ വാത്സല്യവും സ്നേഹവും ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഇപ്പോ കിട്ടുന്നില്ല. മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോ കിട്ടുന്നില്ല. അപ്പോ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് മുമ്പത്തെ പോലെ തന്നെ ആ വ്യക്തിക്ക് അന്ന് അയാൾക്ക് കൊടുത്തിരുന്ന കാര്യങ്ങൾ വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. രണ്ട് കുട്ടികളുടെ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വീട്ടില് രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് 10 വയസ്സാണ്, അതായത് മൂത്ത കുട്ടിക്ക് 10 വയസ്സ്, രണ്ടാമത്തെ കുട്ടി കുഞ്ഞിതാണ്, 1 വയസ്സാകുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു 9 വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 10 വർഷമായപ്പോഴാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മൂത്ത കുട്ടി എന്ന് പറയുന്നത് അത്രയും നാള് അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ സ്നേഹലാളനങ്ങൾ ഏറ്റു വളർന്ന കുട്ടിയാണ് അല്ലെ? അപ്പൊ പെട്ടെന്ന് ഈ രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ എങ്ങോട്ടാണ് കൂടുതൽ പാരന്റ്സിന് ശ്രദ്ധ പോവുക? രണ്ടാമത്തെ കുട്ടിയിലോട്ടാണ് പോകുക അല്ലെ? അപ്പൊ രണ്ടാമത്തെ കുട്ടിയിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം അവന് കിട്ടുന്നു, ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടുന്നു, എല്ലാവരും അവനെ കെയർ ചെയ്യുന്നു. അപ്പൊ മൂത്ത കുട്ടീനെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, പക്ഷെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് രണ്ടാമത്തെ കുട്ടിക്കായിരിക്കാം. ഓക്കെ, അപ്പൊ ഒരു തോന്നല് തോന്നുന്നു മൂത്ത കുട്ടിക്ക്, അയ്യോ എനിക്കിത് കിട്ടുന്നില്ലല്ലോ, എനിക്ക് മുമ്പ് അമ്മ ഇങ്ങനെ ചെയ്തിരുന്നു, ഇപ്പൊ നമുക്ക് സമയമില്ല ചെയ്യാനായിട്ട്, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ ഓരോരോ തോന്നലുകൾ ഉണ്ടാവാം. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? രണ്ടാമത്തെ കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ബെഡിൽ മൂത്രമൊഴിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വിരലി ചക്കുക. ചെറിയ കുട്ടികൾക്കുള്ളൊരു സ്വഭാവമാണ് അല്ലെ വിരല്, ഫിംഗർ ചപ്പുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഇളയ കുട്ടിക്ക് മുമ്പ് ഈ കുട്ടിക്ക് കിട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ കുട്ടിക്കാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ബിഹേവ് ചെയ്ത് അവരുടെ അറ്റൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മൂത്ത കുട്ടി ശ്രമിക്കുന്നു. അപ്പോ ഇത്തരത്തില് ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മൈൻഡ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണെന്ത്? റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മളും യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിലൊക്കെ? ചെയ്തിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ റിഗ്രഷനുമായി ബന്ധപ്പെട്ട്. മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ. നമ്മളിപ്പോ ഈ 2 കുട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്റെ വീട് അപ്പൂന്റെ എന്ന് പറഞ്ഞു. ശരിക്കും ഒരു ചൈൽഡിഷ് ആയിട്ടാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നില്ല. ശരിക്കും അതിനൊരു എന്താ, ഇളയ കുട്ടി ഒരു എനിമിയെ കൂട്ടല്ലേ അത് മൂത്തയാള് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അത് ലവ് കിട്ടുന്നില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് കാണുമ്പം ആ കുട്ടിക്ക് അത് കൂടുതൽ പിടിക്കുന്ന ചൈൽഡിഷ് ആയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പിടിക്കുന്ന അതൊരു ഒരു കുറച്ച് വലിയ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ടാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ അതും ഈ റിഗ്രഷനിൽ പെടുവോ?
ആദ്യം റിഗ്രഷനിൽ പെടുമെന്ന് വെച്ചാൽ അത്രയധികം കോംപ്ലിക്കേറ്റ്. അത് സിനിമയാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കുട്ടികള് നമുക്ക് അതിലും ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്യുന്നുണ്ട്. ഇളയ കുട്ടിക്ക് കുപ്പിക്കകത്ത് പാല് കൊടുക്കുമ്പോ ആ കുപ്പി എടുത്ത ആള് കുടിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും മാം പറഞ്ഞ പോലെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഇത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് പറയാം. പക്ഷെ അത്രയും തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൊല്ലുമെന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അവര് സിനിമയ്ക്ക് വേണ്ടി ചെയ്തെടുത്താക്കുന്നതാണ്. അല്ലാതെ കുട്ടികള് ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ 2 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും ഇളയ കുട്ടിയൊന്ന് ലാളിക്കുമ്പോൾ, അതായത് ഏറ്റവും ഇളയ കുഞ്ഞെന്ന് പറയുന്നത് കുറച്ച് വയസ്സ് കുറവാണെന്ന് വിചാരിക്കുക, മൂത്ത കുട്ടി ഒരു വിധം പ്രായമായതാണെന്ന് വിചാരിക്കുവാണെങ്കിൽ എന്താ പറയാ, ഇളയ കുട്ടിയോട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മൂത്ത കുട്ടിക്ക് ഒരു എന്താ പറയാ അസൂയ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരു സങ്കടം, പലവിധ ഭാവങ്ങളാണ് അവർക്ക് ഉണ്ടാവുക. ദേഷ്യം ഉണ്ടാവുക സമയത്ത്, അതുപോലെ തന്നെ അസൂയ ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഇളയ കുട്ടിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇളയ കുട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ താൻ പണ്ട് കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ കുഞ്ഞ് കാണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ അതിലൂടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ശ്രദ്ധിക്കുമല്ലോ അച്ഛനമ്മമാര്. ഇപ്പൊ മൂത്ത കുട്ടി 10 വയസ്സ് വരെ ആ കുഞ്ഞ് ചെറുപ്പത്തിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ വിരല് ചെപ്പിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബെഡിൽ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇത്രയും നാളിനിടയ്ക്ക് ഇപ്പോഴാണ് വീണ്ടും അത് അവൻ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത് അവൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത പാരന്റ്സിന് വരും. അപ്പൊ കൂടുതൽ അറ്റൻഷൻ അവനിലേക്ക് പോകും അല്ലെ. അപ്പൊ ആ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങള് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മിസ്സേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഫീവർ ആണ്, എന്റെ സൗണ്ട് ക്ലിയർ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ എനിക്ക് ഫീവർ ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ എന്റെ നാത്തൂന്റെ മോളുണ്ട്. അതിന് 6 മാസമായിട്ടേ ഉള്ളൂ. എൻ്റെ മോൾക്ക് 3 വയസ്സായിട്ടേ ഉള്ളൂ എൻ്റെന്. അപ്പൊ ആ ചെറിയവളെ എടുത്ത് മമ്മി ഇങ്ങനെ മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്ന കാണുമ്പോൾ എൻ്റെ ഇളയ മോള് 3 വയസ്സുള്ള അവള് സമ്മതിക്കില്ല. അവളെ മാറ്റിയിട്ട് ഇവള് മടിയിൽ കയറി ഇരുന്നിട്ട് ഇവളെ അതുപോലെ കൊഞ്ചിക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സ്ഥിരമായിട്ട് മമ്മി ഇപ്പൊ മാറി മാറി 2 പേരെ എടുക്കാണ്. എനിക്ക് വയ്യാത്തോണ്ട് അങ്ങോട്ട് പോയി നോക്കാനും പറ്റില്ല. മമ്മി മാറി മാറി എടുക്കാണ്. ചെറിയോളെ എടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. അവളെ അതുപോലെ കൊഞ്ചിക്കണം എന്നാണ് പറയുന്നത് എന്റെ മോള്. അതാണ് കുട്ടികളെ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് റിഗ്രഷൻ. കൂടുതലും കുട്ടികളിലായിട്ടാണ് ഇത് കണ്ടുവരുന്നത് കേട്ടോ. റിഗ്രഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഈ ഡിഫൻസ് മെക്കാനിസം ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റിഗ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ റിഗ്രഷൻ? ഓക്കെ, പിന്നെ വേറൊരു കാര്യം, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്റെ മകൻ ഇപ്പൊ 12 വയസ്സാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. പറഞ്ഞിട്ടുണ്ടോ മോനെ കുറിച്ച്? ഇല്ല. എന്റെ മോന് 12 വയസ്സാണ്. അവന് ചെറുപ്പത്തിൽ, അതായത് ഒരു 5, 6, 7 വയസ്സ് വരെ, അതായത് UKG തൊട്ട് ഒരു 2ാം ക്ലാസ് വരെ അവനൊരു ശീലം ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കും, ഏത് സമയം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ, നിങ്ങൾ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും? ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇല്ല. അപ്പൊ കണ്ണിങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായത് എന്താണ്, എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലേ, അതായത് സ്കൂളിലെ ടീച്ചർ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ റിലേറ്റീവ്സിനെ കാണുമല്ലോ. അപ്പൊ അവരും ചോദിക്കുന്നത് എന്താണ് ഈ കുട്ടി ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത്, മൊബൈൽ അധികം യൂസ് ചെയ്തിട്ടാണോ? മൊബൈൽ യൂസേജ് ഉണ്ട് കേട്ടോ. മൊബൈലൊക്കെ അന്ന് നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോ ആ സമയത്ത് ഞാൻ
ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. കുറെ അധികം ഡോക്ടറെ കാണിച്ചു കേട്ടോ. അപ്പൊ കണ്ണ് ഡോക്ടറെ കാണിക്കും, അതിനുള്ള ഐ ഡ്രോപ്സ് തരും, അത് കണ്ണിൽ ഒഴിക്കും, കുറച്ച് നാളത്തേക്ക് മാറും, അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. അങ്ങനെയായിരുന്നു. അങ്ങനെ 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അവന്റെ കണ്ണ് ഡ്രൈ ആണ് ഇപ്പോ. അപ്പൊ ഡ്രൈ ആയതുകൊണ്ടാണ് ആ ഒരു കണ്ണിങ്ങനെ ഏത് സമയം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് മരുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, വേറെ കണ്ണിന് യാതൊരു പ്രശ്നമില്ല, ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് സൈക്കോളജിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഇന്ന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ കൂടുതലായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഈ കണ്ണടയ്ക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവന്റെ കണ്ണിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ഇവൻ എത്ര നേരം അടയ്ക്കുന്നുണ്ട്, ഇവൻ അടയ്ക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവൻ അത് ചെയ്യുന്നത് കൂടും. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞത് ചെയ്യുന്നേ? അറ്റൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? ആണോ? അപ്പൊ അത്തരത്തിലുള്ള, അതായത് പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഈ റിഗ്രഷൻ പറഞ്ഞപ്പോ പറഞ്ഞെന്നുള്ളൂ എന്റെ ഒരു കാര്യം. അതായത് ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവരിലെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ കുറച്ചായിരിക്കും അതിന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത്, പക്ഷെ കൂടുതലായിട്ട് അവര് അത് ആക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയും കുഞ്ഞുങ്ങൾക്കുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നെഗറ്റീവ്സ് ആണ് കേട്ടോ. നെഗറ്റീവ്സ് ഒന്ന് റീഡ് ചെയ്യാം നിങ്ങള്. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പയില്ല. എന്താ മനസ്സിലായത് മൃദുല? ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ വായിക്കാം, കുറെ വാക്ക് അറിയാത്തതുണ്ട്, എന്നാലും പറയാം. Some individuals react to baffling situation by becoming negative. This means they do not attack the problem or obstacle which challenges them. Instead, they നോർമലി കേട്ടിട്ടുള്ള എല്ലാത്തിനോടും നെഗറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുക. എന്ത് ഒപ്പീനിയൻ ആണെങ്കിലും സജഷൻ ആണെങ്കിലും അത് നെഗറ്റീവ് ആക്കി നമ്മൾ കാണും. അത് ഈ മദ്യപാനികളൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ എന്താ പറയാ, അവരോട് ഇല്ല, ഒരു രോഗിക്ക് ഇപ്പൊ മെഡിസിൻസ് ഡോക്ടർ കൊടുക്കുക, അല്ലെങ്കിൽ മദ്യപാനിയോട് മദ്യം കഴിക്കരുത്, അതുകൊണ്ടാണ് നിങ്ങളുടെ ലിവർ ഡാമേജ് ആയത് എന്ന് പറയാം. അപ്പൊ അവര് പറയാ, അല്ല അങ്ങനെയല്ല, എന്റെ ഭാര്യയ്ക്ക് ലിവറിന് പ്രശ്നം ഉണ്ടായിരുന്നു, അവള് വെള്ളം അടിച്ചിട്ടല്ല ലിവർ പോയത്, അപ്പൊ മദ്യത്തിന്റെ അല്ല കുഴപ്പം എന്ന് പറഞ്ഞ് അവരത് അതിനെ ഇതാക്കും. അതായത് എല്ലാ കാര്യങ്ങളോടും നെഗറ്റീവായിട്ട് സമീപിക്കുക. അതെ, വേറെ ഒന്നുമില്ല, എല്ലാവരും നെഗറ്റീവായിട്ട് എടുക്കുന്ന ചില ആളുകളുണ്ട്. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നെഗറ്റീവായിട്ടാണ് അവരത് കേൾക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. നമ്മുടെ ചുറ്റിനും കുറേയധികം ആളുകളുണ്ട് അല്ലെ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരില്ലേ. നമ്മ എന്തൊരു നല്ല കാര്യം പറഞ്ഞാലും അതെന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് അപ്പൊ തന്നെ അത് തിരിച്ചു പറയും, അതിന് റിപ്ലൈ തരും.
അല്ലെ? നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോ രണ്ടു മൂന്ന് പേര് കൂടി നിന്നിട്ടായിരിക്കും പറയുന്നേ. അപ്പൊ ഒരു പൊതുവേദിയിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും എന്താണ് നമ്മൾ പറയുന്ന കാര്യത്തെ ഓപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ശരിയാവില്ല, അതൊരിക്കലും നടക്കില്ല. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ്, ഞാൻ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുട്ടോ, നീ എന്തായാലും ഇനാഗുറേഷന് വരണം എന്ന് പറയാണ്. അപ്പൊ അയാൾ ചിലപ്പോ പറയുന്നു, അയ്യോ എന്തിനാണ് ആ ബിസിനസ് തുടങ്ങുന്നത്, അത് അത്രത്തോളം വാല്യൂ ഒന്നും ഇല്ല, വെറുതെ ഉള്ള കാശ് പോകും, അല്ലെങ്കിൽ അത് നടത്തിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത്തരത്തില് നമ്മളെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ എന്താണ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ ചിലവർ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ പറയുമ്പോൾ അവര് പറയുന്ന മറുപടിക്ക് അനുസരിച്ച് നമ്മളും ചിന്തിക്കും, അയ്യോ അത് ശരിയാണോ, ഇനി അങ്ങനെ ചെയ്ത് ശരിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ശരിയാവോ എന്ന് നമ്മളും ചിന്തിക്കും. അവരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആയി പോകും ഇത്തരത്തിലുള്ള ആളുകളുടെ സംസാരം കേട്ട് കഴിഞ്ഞാല്. ഓക്കെ, പക്ഷെ അവരെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു നെഗറ്റീവ് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ ഇപ്പോ ഒരാളോട് ഒരു നെഗറ്റീവ്, എന്നോട് ഇപ്പോ ഒരാൾ വന്ന് പറയാണ്, നിങ്ങൾ അത് ചെയ്താൽ ശരിയാവില്ല കേട്ടോ, നിങ്ങൾക്ക് അത് പറ്റില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഡൗൺ ആവും. പക്ഷെ അവർക്ക് അതൊരു സന്തോഷമായിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയല്ലേ? അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ നമ്മളെ പറഞ്ഞ് വേദനിപ്പിച്ചു കഴിഞ്ഞാല്? അതെ മാം. പിന്നെയുള്ള സിറ്റുവേഷൻസ് അവർക്ക് കൂടുതലും ചില കാര്യങ്ങളൊക്കെ അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ നേടാണ്ട് ചിലപ്പോ ദേഷ്യത്തിലായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടായിരിക്കും. പിന്നെ ചിലപ്പം ഒരു അനുസരണയൊന്നും ഇല്ല, നമ്മൾ എന്താ പറഞ്ഞാലും അതില് ഒരു അനുസരണ ഇല്ലാതെ അവർക്ക് അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു നെഗറ്റീവിസം കാണിക്കും. നമ്മൾ ചിലപ്പം അതുകൊണ്ട് ചിലപ്പം എന്നാ ഇനി മിണ്ടണ്ട എന്നുള്ള രീതിക്ക് മാറും, ഒരു ദേഷ്യപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ശാഠ്യത്തിലൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡൗൺ ആകും, പക്ഷെ അവർക്ക് അതിലൂടെ ആ ഒരു സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, അവർക്ക് അതൊരു എനർജി ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ. അപ്പോ ടെമ്പർ ടാൻട്രം എന്ന് പറഞ്ഞാൽ കോപം എന്നാണ്, ദേഷ്യം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ആളുകളെ, അതായത് നെഗറ്റീവ് ആയിട്ട് ആളുകളോട്, അതായത് വളരെയധികം നെഗറ്റീവ് ആയിട്ട് ആളുകളോട് പെരുമാറുകയും ആളുകളെ ഡൗൺ ആക്കുകയും ചെയ്യുന്നു. എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും നെഗറ്റീവായിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും എടുക്കുന്നത്, നെഗറ്റീവായിട്ടാണ് അവരുടെ ചിന്തകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, പെട്ടെന്ന്, അതായത് ചിലപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ റിബലിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ അത്തരത്തില് എന്താണ് നമുക്ക് ഒട്ടും ആളുകളുമായിട്ട് അത്രയധികം ഇന്ററാക്ട് ചെയ്യാത്ത അത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് കൂട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുക. പക്ഷെ ഇത്തരത്തില് അവര് പെരുമാറുന്നതിലൂടെ അവർക്ക് അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുകയും അവര് എന്താ പറയാ, ഇപ്പൊ ഒരാളെ പറ്റി ഈ നെഗറ്റീവായിട്ടുള്ള ഒരാൾ കുറ്റം പറഞ്ഞെന്ന് വിചാരിക്കുക, അപ്പോ അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ അവരുടെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അയാളെ കുറ്റപ്പെടുത്തിയല്ലോ, എനിക്ക് പരിപൂർണ സന്തോഷമായി. അത്തരത്തിൽ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന കൂട്ടരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ ആ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഇത് നെഗറ്റീവിസം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിനെയും നെഗറ്റീവ് ആയിട്ടാണ് അവിടെ കാണുക. ഓക്കെ, the next one, sympathism. ഒന്ന് വായിക്കട്ടോ.
എന്താണ് സിമ്പത്തിസം? ശ്രുതി നാരായണൻ എന്ന് പറയാമോ? ശ്രുതി. മാം, സിമ്പത്തിസം എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ കുട്ടികളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരില്ലേ, കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചീത്ത പറയും എന്നുള്ള മുമ്പ് ഞാനത് ചെയ്തിട്ടില്ല എന്നാണ് കരഞ്ഞിട്ട് അവരുടെ സങ്കടം നമ്മുടെ അടുത്ത് കാണിച്ചിട്ട് അപ്പൊ നമ്മൾ എന്താവും, കുട്ടി കരയല്ലേ എന്ന് പറഞ്ഞ് വിടുന്ന ആ ഒരു തരമാണോ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് കറക്റ്റായിട്ട് അറിയുന്നില്ല എനിക്ക്. പിന്നെ ഇനിയൊന്ന് വന്നിട്ട് വലിയ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് അവര് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവര് സോഫ്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്ത് അവരുടെ നമുക്ക് വേണ്ടി സിമ്പത്തി അവരുടെ അടുത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി. അതാണോ മാം? അതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയാം, സിമ്പത്തിസം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഇൻ സിമ്പത്തിസം ദ ഇൻഡിവിജ്വൽ അവോയ്ഡ്സ് ദ നീഡ് ഓഫ് സോൾവിംഗ് ഹിസ് പ്രോബ്ലംസ് ബൈ ഗെറ്റിംഗ് ദ സിമ്പത്തി ഓഫ് അതേഴ്സ്. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expressions concern over their difficulties. അതായത് ചില ആളുകള് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റുന്നു. സിമ്പതി പിടിച്ചു പറ്റുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? പലതരത്തിലുള്ള സിമ്പതി പിടിച്ചു പറ്റുക കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? അതായത് ചിലപ്പോ എന്താ പറയാ, മെന്റൽ സിമ്പതി ആയിരിക്കും. അതായത് ഒരു സഹതാപത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇപ്പൊ ഒരാൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്റെ ഫാമിലിയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്റെ ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ എന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയുന്നു. ഒരാളോടല്ല കേട്ടോ, എല്ലാ ആളുകളോടും. എനിക്ക് ചുറ്റിനുമുള്ള അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന എല്ലാ ആളുകളോടും എന്റെ പ്രശ്നങ്ങൾ പറയുന്നു. അപ്പൊ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താ ചെയ്യാ? അവരോടൊരു സിമ്പതി പോലെ സംസാരിക്കും. എന്താണ്? അവരോട് സിമ്പതി പോലെ സംസാരിക്കും, അവരുടെ കാണിക്കും അല്ലെ? അയ്യോ കുഴപ്പമില്ല, ചിലപ്പോ ഒന്ന് ദേഹത്തൊക്കെ തട്ടിയിട്ട് പറയും കുഴപ്പമില്ല, എല്ലാം ശരിയാകും, നമുക്ക് നോക്കാം, എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ അത്തരത്തില് ആളുകളിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും അങ്ങനെ അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ സിമ്പത്തിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സഹതാപങ്ങൾ മാത്രമല്ല പിടിച്ചു പറ്റുന്നത് കേട്ടോ, ഫിനാൻഷ്യലി ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം അല്ലെ? ഒരാള് പറയാണ് എനിക്കൊന്നുമില്ല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, താമസിക്കാനായിട്ട് ഒരു ഷെൽട്ടർ ഇല്ല, അല്ലെങ്കിൽ ഉടുക്കാനായിട്ട് വസ്ത്രങ്ങളില്ല എന്നൊക്കെ വന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകള് അവരുടെ അടുത്ത് ചിലപ്പോ ചിലരുടെ അടുത്ത് ഉണ്ടായിരിക്കാം പൈസ, ചിലർക്ക് ഉണ്ടാവില്ലായിരിക്കാം, എന്നാലും അവരുടെ ഒരു വരുമാനത്തിൽ നിന്ന് കുറച്ചെങ്കിലും തുക എന്ത് ചെയ്യും? ഇത് കൊടുക്കാനായിട്ട് ശ്രമിക്കും അല്ലെ? അപ്പൊ ഫിനാൻഷ്യലി എന്ത് ചെയ്യാം? സഹായം കിട്ടിയെന്ന് വരാം ഈ സിമ്പത്തിസം എന്ന് പറയുന്ന ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഫോളോ ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോ ഞാനൊരു എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയർ ആയിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അപ്പം എല്ലാവർക്കും ആ പാട്ട് പാടുന്നതുകൊണ്ട് പുള്ളിയോടൊരു ഭയങ്കര എല്ലാരും ഒരു കൂട്ടാവാനായിട്ട്, എല്ലാവർക്കും ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ കോളേജിൽ ഞങ്ങൾ പഠിക്കും, നമ്മുടെ ആ ഒരു ഏജ് അത് അങ്ങനെയാണല്ലോ, കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല ഫ്രണ്ടായിട്ട് പോയിട്ട് ഒരു ദിവസം ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, എനിക്ക് വലിയൊരു അസുഖമുണ്ട്, ഒരു ക്യാൻസറിന്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫിനാൻഷ്യലി ആള് കുറച്ച് വീക്കാണ്. അപ്പം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു, കാരണം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ചേട്ടനാണ്. അപ്പം ത്രോട്ടിനാണ് എന്നും പറഞ്ഞു. അപ്പം നമുക്ക് എപ്പോഴും ഗായകരാകുമ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണല്ലോ തൊണ്ട എന്ന് പറയുന്നത്, ത്രോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അപ്പൊ പറഞ്ഞു അത് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, അപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശരിക്കും ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ഒരു അത്രയും ഒരു ഫ്രണ്ടായിട്ട് നടന്നിട്ട് നമുക്ക് ആ ഒരു പുള്ളിക്കാരനെ എങ്ങനെ സഹായിക്കണം എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കുട്ടികൾ ഫിനാൻഷ്യലി എല്ലാം, നമുക്ക് അന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സാമ്പത്തികമൊന്നും കയ്യിലൊന്നും പോക്കറ്റ് മണി ആയിട്ട് എന്തെങ്കിലും തരുന്നതായിരിക്കും, അതിൽ നിന്നൊക്കെ ഞങ്ങൾ മിച്ചം പിടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് എമൗണ്ട് ഒക്കെ ഇതാക്കിയിട്ട് ഞങ്ങൾ കൊടുത്തു.
പക്ഷെ കുറെ നാള് കഴിഞ്ഞ് അവരുടെ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു, അവിടുന്ന് വിട്ടുപോയി. കുറെ കഴിഞ്ഞപ്പോ ആൾക്കൊരു പ്രശ്നവും ഇല്ല, കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങളെ പറ്റിച്ചതായിരുന്നു പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സിമ്പതി കിട്ടിയിട്ട് ശരിക്കും ഫിനാൻഷ്യലി ഞങ്ങളുടെ നിന്ന് കിട്ടാവുന്ന എമൗണ്ട് പുള്ളി വാങ്ങിച്ചെടുത്തു. പിന്നെ ഞങ്ങള് കോണ്ടാക്ട് ഒന്നും ഇല്ല. അപ്പം ഭയങ്കര എന്തായാലും ഭയങ്കര ഇതായിട്ടാണ് വന്ന് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം വരും. കാരണം കൂട്ടത്തില് ഇപ്പൊ സീനിയർ ആണെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് പോവുക വരികയൊക്കെ ചെയ്യുന്നത്, കുറെ കുട്ടികൾ കൂടിയിട്ട്. അപ്പം ഞങ്ങൾക്കെല്ലാം അത് മാനസികമായിട്ട് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അത്രയും ഒരു സിമ്പതറ്റിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് പിടിച്ചു വാങ്ങിക്കുകയാണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മിസ് മാം ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് അതുമായിട്ടാണ് കണക്ട് ചെയ്യാൻ തോന്നിയത്. കണക്ട് ചെയ്യാൻ തോന്നുന്നത് അല്ലേ? അതാണ് ചിലപ്പോ ആ സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിരിക്കും ചിലപ്പോ ആ ഒരു കള്ളം പറഞ്ഞത് അല്ലേ? അതെ അതെ. പക്ഷെ ആളിപ്പോ കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് നല്ല ഫാമിലി ലൈഫ് ആവുന്നുണ്ട്. അതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതാവുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങളെ ആ സമയത്ത് അങ്ങനെ ഒരു ഇത് കേസ് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് എല്ലാവരും കൊടുത്തല്ലേ? എല്ലാവരും ഞങ്ങൾ കുറച്ച് കുട്ടികൾ എന്നുവെച്ചാൽ ഞങ്ങള് പോയി വരുന്ന ആ ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അവരുമായിട്ടാണ് കൂടുതലും പുള്ളി മിങ്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങള് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളോടൊക്കെ പറഞ്ഞു ഞങ്ങള് കുറച്ച് പേര് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഉള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇതെന്ന് പറഞ്ഞാല് സിമ്പതിയുടെ രൂപത്തില് എന്താ പറയാ ആളുകളിൽ നിന്ന് എന്താ പറയാ കുറച്ചധികം സഹായങ്ങൾ സ്വീകരിക്കുകയും ആ സഹായങ്ങൾ സ്വീകരിക്കുന്നത് വഴി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ആ വ്യക്തിയുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ സിമ്പത്തിസം എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ആശ്വാസം കണ്ടെത്താനും ലഭിക്കും അല്ലെ? ഇപ്പൊ പ്രത്യുഷ പറഞ്ഞതുപോലെ തന്നെ ആ ആള് ആ ഒരു സമയത്ത് അവരോടത് ചെന്ന് പറഞ്ഞു, അവരാൽ കഴിയുന്ന സഹായങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്ത് പ്രോബ്ലം ഉണ്ടായോ അത് പരിഹരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അല്ലെ? താൽക്കാലിക ആശ്വാസമെങ്കിലും അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനും അവിടെ ആശ്വാസം ലഭിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ സിമ്പത്തിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കൂടുതൽ ആളുകളുണ്ട്, അതായത് ഈ സിമ്പത്തി എന്ന് പറയുന്ന ആ ഒരു സിമ്പത്തിസം എന്ന് പറയുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിലൂടെ കൂടുതൽ ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു വെക്കാനും സെക്യൂർ ആവാനും സാധിക്കും അല്ലെ? കുറച്ചിപ്പോ പൈസ ഇല്ല അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുറെ ആളുകൾ ചേർന്നിട്ട് പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് വഴി അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയാ സമയത്തേക്ക് അദ്ദേഹം സുരക്ഷിതനാണെന്നൊരു ഫീൽ ഉണ്ടാകും. പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഫീലൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവാം. ഓക്കെ. അപ്പോ അതാണ് സിമ്പത്തിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ സിമ്പത്തിസം? ഓക്കെ. നെക്സ്റ്റ് വൺ വിഡ്രോവൽ ആണ് കേട്ടോ. വിഡ്രോവൽ ഒന്ന് റീഡ് ചെയ്യാം. ശ്രുതി നാരായണൻ വിഡ്രോവൽ എന്ന് പറയാമോ? വിഡ്രോവൽ ഒരു പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാണ്ട് അതൊന്ന് ബാക്കിലോട്ടേക്ക് പോവാം. ഞാൻ ഈ പ്രോബ്ലംസ് മുന്നിൽ നിന്ന് ഫേസ് ചെയ്യാണ്ട് അതൊന്ന് ബാക്കിലേക്ക് നമ്മൾ മൂവായി പോയിട്ട് എനിക്കും അതിനും ഒരു ഇതുമില്ല എന്ന് മാറി നിന്നിട്ട് ഇതാവണ ഒരു രീതി. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് വിഡ്രോവൽ? പ്രത്യക്ഷയ്ക്ക് ഉണ്ടോ വിഡ്രോവൽ? മനസ്സിലായോ വിഡ്രോവൽ എന്താണെന്ന്? മനസ്സിലായി, പക്ഷെ അതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അല്ലേ? ഓക്കെ. അതായത് ചില സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കാറുണ്ട്. വിഡ്രോവൽ എന്ന് പറയുന്ന
എന്താ പറയാ, അല്ലെങ്കിൽ വിഡ്രോ, ചില സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ ആശ്വസിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിലൂടെ എന്താ പറയുക, ആ പ്രോബ്ലംസിനെ റെഫ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് കാണാതിരിക്കാനും ഇതിലൂടെ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരാള് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, വളരെ സീരിയസ് ആയിട്ട് കിടക്കുവാണ്, മരിക്കാനായിട്ട് അദ്ദേഹം പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോ അദ്ദേഹത്തെ കാണാനായിട്ട് പല ആളുകളും പോകും അല്ലെ, കാരണം അദ്ദേഹത്തിന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും കാണണമെന്ന് വിചാരിച്ച് പല ആളുകളും പോവാറുണ്ട്. പക്ഷെ ചില വ്യക്തികള് ഇതിന് മെനക്കെടാറില്ല, കാണാനായിട്ട് പോകാറില്ല. എന്തുകൊണ്ടായിരിക്കാം? ആ ഒരു സിറ്റുവേഷനോട് അവർക്ക് പൊരുത്തപ്പെടാൻ സാധ്യമല്ല, അത് കണ്ടു നിൽക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ ചില ആളുകൾ മരിക്കുമ്പോൾ ആ ഡെഡ് ബോഡി കാണാനായിട്ട് ചെല്ലാത്ത ആളുകളുണ്ട് അല്ലെ, കാണാൻ വിസമ്മതിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചിട്ട് കൂടി ചില ആളുകളൊന്നും മരണത്തിലൊന്നും പങ്കെടുക്കാറില്ല. ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാലും അത് തീരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യാറില്ല, ആ ഒരു ഡെഡ് ബോഡി കാണാനോ അല്ലെങ്കിൽ ആ ഒരു അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാനോ ഒന്നും ചില കൂട്ടര് തുനിയാറില്ല. അതെന്താണെന്ന് വെച്ചാല് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ച കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ ഉറക്കം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോ ദുസ്വപ്നങ്ങൾ കാണാം, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, ഇത്തരത്തിലുള്ള മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മനഃപൂർവ്വം വിഡ്രോ ചെയ്ത് പോകുന്നു. അപ്പൊ മറ്റുള്ളവർ പറയാം, അതെന്തൊരു മനുഷ്യനാണ്, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴൊന്ന് വന്ന് കണ്ടുകൂടെ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ എന്താണ് ഇത്രയും നാൾ അയാൾ ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അയാൾ പോവാണ്, അയാളുടെ ശവശരീരം ലാസ്റ്റ് കാണാനായിട്ട് എല്ലാവരും വരുന്നു, ഇദ്ദേഹത്തിന് മാത്രം എന്താണ് വന്നാൽ എന്നൊക്കെ പലവിധ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടായെന്ന് വരാം. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആവാതെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഒട്ടും തന്നെ യോജിക്കാതെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് വരുന്ന ഒരു എന്താ പറയാ മെക്കാനിസമാണിത്. ഓക്കെ, ഇത്തരത്തിലുള്ള കൂട്ടരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വിഡ്രോവൽ സിംറ്റം ഉള്ള ആരെങ്കിലും ഉണ്ടോ? പരിചയത്തിലില്ല? ഉണ്ട് മാം, അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാട് തന്നെയുണ്ട്. മരണത്തിൽ, ഈ പറഞ്ഞ മരണത്തിനൊക്കെ പോകാതെ അവർക്ക് അതിനോടൊരു ഫേസ് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോകാതിരിക്കുന്ന ചില ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് പ്രത്യേകിച്ച് മരണങ്ങള് ഇപ്പൊ അതും ബേസിക്കലി എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മള് അങ്ങനെ വിട്ടുമാറി നിൽക്കാറില്ല, പോകാറുണ്ട്. പക്ഷെ കഴിവതും തീർത്തും ഇങ്ങനെയുള്ള കാര്യങ്ങള്, മരണങ്ങള് പ്രത്യേകിച്ച് ഒഴിവാക്കുന്ന 1-2 പേരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. കാര്യം അവർക്കത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവരതിൽ നിന്ന് മാറുന്നത്. അപ്പൊ അത്തരത്തില് മാനസിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ മാം? അപ്പോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നമ്മളിപ്പോ തൊട്ടെവിടെയെങ്കിലും നടക്കണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ചെറിയ സൊസൈറ്റിയിലോ സോഷ്യലായിട്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് നടക്കുമ്പോൾ അവിടെ അതുവരെ ഉണ്ടായിട്ട് ആ പ്രോബ്ലംസ് കുറച്ച് വലുതാവണമെന്ന് തോന്നുമ്പോൾ ബാക്കിലേക്ക് വരുന്നതിന്റെ എന്ത് മെക്കാനിസം മാം? സെയിം വിത്ഡ്രോൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒരവിടെ നടക്കണു, നമ്മുടെ വീട്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും നടക്കണം, അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നിറയെ പേരുണ്ട്, അതിന്ന് ആ ഒരു പ്രോബ്ലംസ് കുറച്ചും കൂടി മുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് പോകണം. എനിക്കത് കറക്റ്റ് മലയാളം വേർഡ്സ് അറിയുന്നില്ല. കുറച്ചും കൂടി നല്ല ഒരുപാട് ഇതാവണമെന്നുള്ള ടൈമില് സം പീപ്പിൾസ്, ഇത് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്കിത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് വരുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ, ആ പ്രോബ്ലംന്ന് ഒഴിഞ്ഞു മാറുക. അപ്പൊ അത് സെയിം തന്നെയാണോ? അത് സെയിം തന്നെ, ഒഴിഞ്ഞു ശരിയാണ്, അത് സെയിം ആണ്. ഒഴിഞ്ഞു മാറുന്ന ആളുകൾ, അതായത് ആ ഒരു സിറ്റുവേഷനോട് എന്താണ് അഡാപ്റ്റ് ആവാത്ത അല്ലെങ്കിൽ അത് കണ്ടു കേൾക്കാത്ത, അവിടെ നിന്ന് നമ്മൾ അതിലേക്ക് എനിക്ക് ആ പ്രോബ്ലംസ് നിന്നാലും ഫേസ് ചെയ്യാൻ പറ്റില്ല.
അധികം മൈൻഡിന് അധികം എന്താ പറയാ കട്ടിയില്ല എന്ന് പറയാം അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ഡിഫൻസ് മെക്കാനിസം കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഞാൻ പറയാം മാം. താങ്ക് യു മാം. ഇന്ന് നമ്മൾ ഡിഫൻസ് മെക്കാനിക്സിൽ പഠിച്ചത് റിപ്രഷൻ, റിഗ്രഷൻ, നെഗറ്റീവിസം, സിമ്പതിസം, വിഡ്രോവൽ. ഇതിൽ റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അത് നമ്മൾ അബോധ മനസ്സിൽ കുഴിച്ചു മൂടി പിന്നീട് നമ്മൾ ആ ബോധ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇതാണ്. പിന്നെ റിഗ്രഷൻ എന്ന് പറയുന്നത് മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ 2 കുട്ടികളുള്ള ഒരു വീട്ടില് രണ്ടാമത്തെ ഒരു കുട്ടി വന്നു കഴിയാൻ നേരത്ത് ആദ്യത്തെ കുട്ടി ഈ ചെറിയ കുട്ടീനെ പോലെ ചൈൽഡിഷ് ആയിട്ട് തമ്പ് സഖി അങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റിഗ്രഷനിൽ പെടുന്നത്. പിന്നെ നെഗറ്റീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നെഗറ്റീവായി എടുക്കുന്നവരെ കുറിച്ചുള്ളതാണ്. പിന്നെ സിമ്പതിസം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റുകയും അവരുടെ സഹായം വഴി നമ്മുടെ മനസ്സിന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നതാണ് സിമ്പതിസം. പിന്നെ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകുന്നതിലൂടെ നമ്മുടെ മനസ്സിന് അതൊരു ആശ്വാസം കണ്ടെത്തി പോകുന്ന ആ ഒരു ഇതാണ് വിഡ്രോവൽ. ഇത്രയാണ് ഇന്ന് പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു മാം. എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.